പ്രസംഗി. ഇങ്ങോട്ട് ഇറങ്ങാൻ സൂക്ഷിച്ച വീഴും വീഴും വീഴും. മര്യാദയ്ക്ക് കൂടെ ഇറങ്ങിക്കോ, അടിച്ച് ഞാൻ പൊളിക്കാൻ പറഞ്ഞേക്കാം. മനുഷ്യനിട്ട് കുരങ്ങ് കളിപ്പിക്കണം. നേരെയാക്കാവുന്ന ഞാനൊന്ന് നോക്കട്ടെ. ഒന്നുകിൽ നീ നന്നാവണം, ഇല്ലെങ്കിൽ പണിക്ക് പുറത്തു പോകണം. എന്താണ് ശ്രീകരം? എപ്പോഴായിരുന്നല്ലോ? ഒരു 9:50 മണിയായി കാണും. സാർ ആഫീസിൽ പോയി കുറച്ചു കഴിഞ്ഞപ്പോ. ആദ്യം ഞാൻ വിചാരിച്ചത് വല്ല കരിങ്കല്ലോ മറ്റോ ആണെന്നാ. മുഖത്തെ സ്പർശിച്ചപ്പോഴല്ലേ ചാണാനാണെന്ന് മനസ്സിലായത്. എന്തായിരുന്നു കാര്യം? ചാണാ മുഖത്ത് വന്ന് വീഴുന്നതിന് മുമ്പും പിമ്പും കമാന്നൊരക്ഷരം ഞാൻ മിണ്ടിയിട്ടില്ല. കേട്ടില്ലേ? ഇതാ അവന്റെ ഒരു കളി. ഇതിനിങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. വന്ന അന്നേ തുടങ്ങി. കുറെ ഗ്ലാസും ട്രേയും ഒക്കെ എടുത്ത് ഒരൊറ്റ കയറ്. അത് പിന്നെ അന്ന് സിനിമയ്ക്ക് കൊണ്ടുപോയിട്ടാണെന്ന് പറയാം. ഇന്നിപ്പോ ചാണാ എറിഞ്ഞത് വേണ്ട, താനൊന്നും പറയണ്ട. അവനെ വെറുപിടിപ്പിക്കാൻ താൻ ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ എന്തോന്ന് ചെയ്തു? താനൊന്നും ചെയ്യാഞ്ഞിട്ടാണോ? പിന്നെ അവൻ ഇവിടെ വരുമ്പോ മാത്രം എന്താ ഇങ്ങനെ? സ്കൂളിൽ നിന്ന് റിപ്പോർട്ട് വരുമ്പോ ദ മോസ്റ്റ് ഒബീഡിയന്റ് ക്വയറ്റ് ഡിസിപ്ലിൻ സ്റ്റുഡന്റ് എന്നാ. ഇവിടെ വരുമ്പോ നേരെ തലതിരിച്ചു. ഇവിടെ പിന്നെ താനുണ്ടല്ലോ നന്നായിട്ട് നോക്കാൻ. നന്നായിട്ട് നോക്കാനൊന്ന് ശ്രമിച്ചു നോക്കി. എന്നിട്ടിപ്പോ അവനെവിടെ? അപ്പുറത്തെങ്ങാനും കാണും. അപ്പോ എന്തോ നാടോ ഇത്? എന്നെ അധിക്ഷേപിക്കാൻ വരച്ചു വെച്ചിരിക്കുക. ഭിത്തിയൊന്നും വരച്ച് വൃത്തികേടാക്കാനും തനിക്കൊന്ന് പറഞ്ഞു കൊടുത്തുവിടാം. എന്താ? കുഴി കുഴിച്ച് പേപ്പറിട്ട് മൂടി വെച്ചിരുന്ന് കണ്ടില്ല. എന്താ അപ്പോ ഇത്? അപ്പോ അവിടെ നിൽക്കാൻ, ഇപ്പൊ അവിടെ നിൽക്കാനോ പറഞ്ഞത്? എന്താ അപ്പോ? എന്തിനാ നീ ഇങ്ങനെ കാണിക്കുന്നേ? ചോദിച്ചു കേട്ടില്ലേ? എന്തിനാ നീ ഇങ്ങനെ കാണിക്കുന്ന? നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല ഇങ്ങനെ തലകുനിച്ച് നിൽക്കരുന്ന്. പറ, നിനക്ക് എന്താ വേണ്ടത്? നീ എന്തിനാ ഇങ്ങനെ കാണിക്കുന്നേ? നീ പുറയില്ലല്ലോടാ. ബാലു പിള്ളേരാ അങ്ങനെയൊക്കെ തന്നെ. ഇങ്ങോട്ട് വാ. എന്തോ പറഞ്ഞേ? ഈ കുട്ടികളൊന്ന് വെച്ചാ ഇങ്ങനെ ഉണ്ടോ എന്റെ അമ്മണിയമ്മേ? നിങ്ങൾ വീടിന്റെ പറമ്പിന്റെ കാര്യം നോക്കി നടന്നാ മതി. ചുമ്മാ കൊച്ചിനെ തല്ലുവിളിക്കാൻ നടക്കണ്ട കേട്ടോ. അത് ശരി, ഇപ്പൊ ഇങ്ങനെയായോ? ഇതിപ്പോ പൂരം കാണാൻ പൊൻകുന്നത്ത് പോയ പോലെ ആയല്ലോ എന്റെ അമ്മണിയമ്മേ. താനെന്തുവാ കൊറേ നേരോട്ട് എന്റെ അമ്മണിയമ്മേന്ന് തനിക്കെന്തോന്നിന് സൂക്കേടാ? കളിച്ച് നടക്കേണ്ട പ്രായമല്ലേ. ഈ വീട്ടിൽ ആരാ അവനൊരു കൂട്ടിന്? അവധിന്നൊക്കെ പറഞ്ഞു വരുമ്പോ കുട്ടികൾക്ക് എന്തൊക്കെ ആശകൾ കാണും. ബാലുവിനാണെങ്കിൽ ആവശ്യത്തിലേറെ തിരക്കും. അതാ ഞാൻ പറഞ്ഞത്, ആരെയെങ്കിലും ഒരാളെ അപ്പോയിന്റ് ചെയ്യുക. വെക്കേഷൻ കഴിയുന്നതുവരെ അപ്പുവിനൊരു കമ്പനിയാകും. കുറെ കോമിക്സും കുറെ ഇൻഡോർ ഗെയിംസുമായിട്ട് അവരങ്ങ് കഴിഞ്ഞോളും. ആവശ്യത്തിന് ട്യൂഷനും കൊടുക്കും. അതിനിപ്പോ ആരാ അപ്പോയിന്റ് ചെയ്യാനാ? 10-16 വയസ്സുള്ള ഒരു പെൺകുട്ടിയാകുന്നതാ നല്ലത്. കുറച്ച് ചിട്ടയൊക്കെ കാണും. എങ്കിൽ ഗോപൻ തന്നെ ഒരാളെ അപ്പോയിന്റ് ചെയ്ത് വിടും. വേഗം വേണം. വല്ലപ്പോഴും ഒന്ന് അവനോട് ദേഷ്യപ്പെട്ട പിന്നെ ആപ്പാടെ ഒരു സങ്കട. ബാലു ദേഷ്യപ്പെടുമ്പോ ബാലുവിനേക്കാൾ 100 ഇരട്ടി സങ്കടം അവന് കാണും, അപ്പുവിന്. ശരിയാ, അമ്മയില്ലാത്ത കുഞ്ഞല്ലേ എന്റെ മോൻ.
ഞാൻ മീനാക്ഷി. മീനൂന്ന് വിളിച്ചോളൂ. അതാ എനിക്കിഷ്ടം. ഞാൻ അപ്പൂസിനെ കാണാൻ വന്നതാ, നോക്കാൻ വന്നതാ. മിന്നു. ആ കൊച്ചു വന്നിട്ടുണ്ട്. ഏത് വെച്ച് അപ്പുന് നേരെയാക്കാൻ. അപ്പൂന് നേരെ ആക്കണം. അവനെന്താ വളർന്നായിരിക്കുന്നത്? അതല്ല, അപ്പുന് നേരെ ചൊവ്വയാക്കാൻ ഗോപൻ സാറിന്റെ ശുപാർശ കത്തുമായിട്ട് വന്ന ആ പെൺകുട്ടി. ഞാൻ പറഞ്ഞു പണി തുടങ്ങാൻ വരട്ടെ, അത് സാറുമായിട്ട് വന്ന് കണ്ട് സംസാരിച്ചതിന് ശേഷം തുടങ്ങിയാൽ മതി എന്നും പറഞ്ഞ് പിടിച്ചു നിർത്തിയിരിക്കുക. വിട്ടാ പറക്കണ സൈസ. താനൊരു കാര്യം ചെയ്യും. ആ അവളോട് വരാൻ പറ. ഓ ഗുഡ് ഈവനിങ്. ആ എന്താ പേര്? മീനാക്ഷി. മിന്നൂന്ന് വിളിക്കുന്നതാ. മിന്നൂന്ന് വിളിച്ചോളാന്നാ അപ്പു പറഞ്ഞേ. എത്ര വയസ്സായി? 16. ഏതുവരെ പഠിച്ചു? പ്രീ ഡിഗ്രി. ഇടയ്ക്ക് നിർത്തിയതാ. ഗോപനെ എങ്ങനെ അറിയാം? അറിയില്ല. ആപ്ലിക്കേഷൻ അയച്ച് ഇന്റർവ്യൂ നടത്തിയിട്ടാ എടുത്തത്. അപ്പു 4th സ്റ്റാൻഡേർഡില്ല. ഇടയ്ക്കൊക്കെ അവൻ പഠിച്ചതൊക്കെ ഒന്ന് റിവൈസ് ചെയ്യണം. ഒരു ട്യൂഷൻ പോലെ. ഓ, പപ്പായുടെ ഇഷ്ടം. അപ്പുന് ലേശം വികൃതിയുണ്ട്. വികൃതിയല്ല, ഒരുതരം ബോറടിയാ. അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. ഓ, എന്നെ നോക്കാനല്ല വന്നിരിക്കുന്നത്, അപ്പുനെയാ. മനസ്സിലായോ? ഓ, അതൊക്കെ അങ്ങോട്ട് കൊടു. പോയി വാങ്ങിക്കടോ. ആയിട്ട് നോക്കി നിൽക്കാതെ. അവൻ എന്തൊരു മുഴുക്കാളയാടും. ഒന്ന് പതുക്കെ പറഞ്ഞിട്ട് മനുഷ്യന് വല്ലതും കേൾക്കൂലോ. 40 ദിവസത്തെ അവധിയുണ്ട് അപ്പുന്. അത് 40 മണിക്കൂർ പോലെ കടന്നു പോകണം. അത്ര സന്തോഷവാനായിരിക്കണം അവൻ. ഓ, ഒരു 3-4 ദിവസം മീനാക്ഷിയുടെ ജോലി എങ്ങനെയുണ്ടെന്ന് ഞാൻ നോക്കും. എല്ലാം ശരിയായെങ്കിലേ ഇവിടെ നിർത്തുള്ളൂ. അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞു വിടും. ഓ, വല്ല പാത്രം കഴുകലോ തുണി അലക്കലോ മിറ്റം അടിക്കലോ. ഓ ഓ രാവിലെ 9 മണിക്ക് ഇവിടെ എത്തണം. വൈകിട്ട് 6 മണി വരെ ഇവിടെ ഉണ്ടാവണം. അത് വേണ്ട പപ്പ. ഞാൻ ഇവിടെ തന്നെ നിന്ന് ജോലി എടുത്തോളാം. രാത്രിയും പകലും ഒക്കെ. ബാഗും ഉടുപ്പുകളും ഒക്കെ ആയിട്ടാ ഞാൻ വന്ന്. ആ ശരി ശരി, പൊയ്ക്കോ പൊയ്ക്കോ. താങ്ക് യു. ഓ ഞാൻ അവളെന്തിനാണ് എന്നെ പപ്പാ പപ്പ എന്ന് വിളിക്കുന്നത്? ഞാൻ അവളുടെ തന്തയാണോ അല്ല അല്ല. എന്ന് പറഞ്ഞ മേലാൽ അങ്ങനെ വിളിക്കരുതെന്ന്. ഉവ്വ, ഉവ്വ. പണിക്കരേട്ടാ, ഈ അപ്പു പറയാ അപ്പുനെ നേരെയാക്കും മുമ്പ് പണിക്കരേട്ടനെയാ നേരെയാക്കണ്ടെന്ന്. ശരിയാണോ? ആരാ 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 അവിടുന്ന്? ഈ ഈ ഈ അപ്പു. എന്റെ മീനാക്ഷി, ആ കൊച്ചനെ അത് വെടിമരുന്ന. ആരെങ്കിലും ഒന്ന് ചോട്ടിന്ന് തീപ്പെട്ടി വരയ്ക്കാൻ കാത്തിരിക്കുക, പൊട്ടിത്തെറിക്കാൻ. ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട, സൂക്ഷിച്ചോ. തീപ്പെട്ടി വരച്ച പൊട്ടുമല്ലേ? ആ പൊട്ടും പൊട്ടും പൊട്ടും. ആ പിന്നെ പപ്പാന്ന് വിളിക്കരുത്. എന്തുവാ? പപ്പാന്ന് വിളിക്കരുതെന്ന് പറയാൻ പറഞ്ഞു മോളീന്ന്. എന്നാ പിന്നെ നിങ്ങളെന്ന് വിളിക്കട്ടെ. നിങ്ങൾ പറയുന്നതൊക്കെ എനിക്ക് ഇഷ്ടമാ. അങ്ങനെയൊക്കെ. ഈ വണ്ടി അധികാലം മുമ്പോട്ട് പോകും തോന്നുന്നില്ല. 3-4 ദിവസം ഒന്നും വേണ്ട, ചിലപ്പോ നാളെ തന്നെ പറഞ്ഞു വിട്ടുന്ന് വരും. ഞാൻ വരട്ടെ. എന്റെ തമ്പുരാനെ, ഈ പണിക്കരെ പോലുള്ള ചെന്നായ്ക്കളുടെ നടുവിൽ നിന്നും കുഞ്ഞാടായ അപ്പൂനെ കാത്തുകൊള്ളണേ. ആമേൻ.
വല്ലാത്ത വീടും വല്ലാത്ത മനുഷ്യരും. ഇതിനിടെ കിടക്കുന്ന അപ്പുമോന്റെ ഒരു ദുർവിധിയെ. ഊത അല്ല, പപ്പ പറയാ അപ്പുമോൻ പഠിച്ചതൊക്കെ ഒന്ന് റിവൈസ് ചെയ്യിക്കണമെന്ന്. എന്നെ കൊണ്ട് പറ്റത്തില്ല അതൊന്നും. ബോറ്. പിന്നെന്താ പറ്റുക? നമുക്കടിച്ച് പൊളിക്കാം അപ്പു. ചുമ്മാ കറങ്ങി നടക്കാം. എന്നിട്ട് 40 ദിവസങ്ങൾ 40 സെക്കൻഡ് വരെ സാപ്പിട്ട് കളയാം. പോകാൻ പുറത്ത് അടിച്ചു പൊളിക്കാൻ.